ജാമ്യം കിട്ടിയില്ലെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വല്ല നിയമ തടസ്സവുമുണ്ടോ എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ചോദ്യം. ഈ ചോദ്യം രാഹുൽ ഇന്നലെ ഉന്നയിച്ചിരിക്കുന്നത് ഇന്നലെ പത്തനംതിട്ട ജില്ലാ കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യാപേക്ഷയിൽ വിധി അത് 28-ന് പറയാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചതിന് തൊട്ടു പിന്നാലെ അതേസമയം തന്നെയാണ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ അപേക്ഷയിൽ പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിലെ റിമാൻഡ് കാലാവധി ഒരു 14 ദിവസം കൂടി നീട്ടുന്നത്. അവിടെ ആ ഒരു അവസരത്തിൽ രാഹുലുമായി ബന്ധപ്പെട്ട രാഹുലിനെ കാണാനെത്തിയ രാഹുലിൻ്റെ അഭിഭാഷകർ ശാസ്തമംഗലം അജിത്ത് കോടതി ഇന്നലെ ഇവിടെ ജയിലിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഈ 2 വിധികളും വന്ന സമയത്ത് 2 വിധികളെന്ന് പറഞ്ഞാൽ ഇന്നലെ ജില്ലാ കോടതി ജാമ്യാപേക്ഷ വിധി പറയാൻ വേണ്ടി 28-ലേക്ക് മാറ്റുന്നു. അതേ സമയം തന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ പറയുന്ന അന്വേഷണ സംഘം നൽകിയ അപേക്ഷ പ്രകാരം ഒരു ഈ റിമാൻഡ് കാലാവധി ഒരു 14 ദിവസത്തെ കൂടി നീട്ടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കാരണം കഴിഞ്ഞ ജനുവരി 11-നാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അന്ന് മുതൽ 14 ദിവസത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇന്നലെ 24-ാം തീയതി വരെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ റിമാൻഡ് കാലാവധി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ വിധി പറയുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത് കോടതി. പക്ഷേ അത് വീണ്ടും 28-ലേക്ക് മാറ്റി എന്ന് മാത്രമല്ല കോടതി പറഞ്ഞത് കേസ് ഡയറി ഒന്നുകൂടി വിശദമായി പരിശോധിക്കുവാനുണ്ട്. അതുകൊണ്ടാണ് 28-ലേക്ക് മാറ്റുന്നത്. അത് പരിശോധനയ്ക്ക് ശേഷം 28-ന് വിധി പറയാമെന്നാണ് കോടതി പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇതേ സമയം തന്നെയാണ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് റിമാൻഡ് കാലാവധി ഒരു 14 ദിവസത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നതും. 2 നടപടിയും ഏകദേശം ഇന്നലെ ഒരേ സമയത്താണ് നടക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാണ് ഇന്നലെ വൈകിട്ടോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ സന്ദർശിച്ച രാഹുലിൻ്റെ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത്തിനോട് രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അഥവാ ജാമ്യം വൈകുകയാണെങ്കിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നെക്സ്റ്റ് അടുത്ത് തന്നെ പുറത്തേക്ക് വരും. അതുമായി ബന്ധപ്പെട്ട് പേപ്പർ വർക്കുകളും കാര്യങ്ങളും ഒക്കെ നീക്കുപോക്കാക്കുന്നതിലും ഈ മത്സര രംഗത്തേക്ക് വരുന്നതിലും എന്തെങ്കിലും നിയമ തടസ്സങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടം ചോദിച്ചത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശാസ്തമംഗലം അജിത്ത് ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഈ പറയുന്ന മുഖ്യധാര മാധ്യമങ്ങളിലൂടെയൊന്നല്ല ശാസ്തമംഗലം അജിത്ത് അത്തരത്തിലൊരു സംഭാഷണം നടത്തിയിരിക്കുന്നത്, മറിച്ച് ഒരു സ്വകാര്യ സംഭാഷണമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കേൾപ്പിക്കാൻ വകയില്ല. അതിപ്പോൾ മറ്റൊരിടത്ത് നിന്ന് ലീക്കായി കിട്ടിയ ഒരു ഫോൺ സംഭാഷണമാണ്. എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ചോദ്യം ചോദിച്ചപ്പോൾ അത് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു എന്നുള്ള ഈ ഒരു വാർത്ത എനിക്ക് കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് രാഹുൽ എന്താ പ്രതീക്ഷ കൈവിട്ടോ എന്നുള്ള ഒരു ചോദ്യമാണ്. കാരണം എന്താണെങ്കിലും 28-ന് വിധി പറയുന്നു. ഇപ്പോൾ 28-ന് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിലേക്ക് പോകും അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ നിയമ തടസ്സങ്ങൾ ഉണ്ടോ മത്സരിക്കുന്നതിൽ എന്ന് ചോദിച്ചതിനുള്ള കാരണമെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ട് അയാൾ അങ്ങനെ ചോദിച്ചോ. ഇനി മേ ബി ഈ സെഷൻസ് കോടതിയിൽ ജാമ്യം കഴിഞ്ഞ ഫസ്റ്റ് പരാതിയിൽ ആദ്യത്തെ പരാതിയിൽ തിരുവനന്തപുരത്തെ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിക്കുകയാണ് ചെയ്തത്. പക്ഷേ 2ാമത്തെ പരാതിയിൽ ജാമ്യം നൽകുകയും ചെയ്തു. പക്ഷേ ആ 1ാമത്തെ പരാതി ജാമ്യം നിഷേധിക്കപ്പെട്ട പരാതി, ആ പരാതിയിൽ രാഹുൽ മുൻകൂർ ജാമ്യവുമായി ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഹൈക്കോടതി നോട്ട് ടു അറസ്റ്റാണ് പറഞ്ഞത് അല്ലേ. അവിടെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ആദ്യ പരാതികളിലുള്ള വാദങ്ങളും ഈ വരുന്ന 28-ന് തന്നെ ഹൈക്കോടതിയിൽ നടക്കുമെന്നുള്ളതാണ്. അപ്പോൾ രാഹുൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. മേ ബി ഈ 28-ന് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാകുമെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പ്രതീക്ഷ മങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ രാഹുൽ മാങ്കൂട്ടം, അല്ലെങ്കിൽ 3 പരാതികൾ നിലനിൽക്കുന്നത് കൊണ്ടാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരത്തിലൊരു ചോദ്യം ചോദിച്ചത് എന്നുള്ളതും അറിയില്ല. ഇതിന് ശാസ്തമംഗലം അജിത്ത് രാഹുലിൻ്റെ അഭിഭാഷകൻ
ശാസ്തമംഗലം അജിത്ത് എന്ത് മറുപടി പറഞ്ഞു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഈ സംഭാഷണത്തിൽ വ്യക്തതയില്ല. ആ സംഭാഷണത്തിൽ ചില ഒരു പ്രൈവസി ആവശ്യമുള്ള ചില ഭാഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഞാനത് ഇവിടെ നിങ്ങളെ കേൾപ്പിക്കാത്തത്. എന്നാണെങ്കിലും രാഹുൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ശാസ്തമംഗലം അജിത്ത് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് ഉറപ്പാവുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കങ്ങളില്ല എന്നുള്ളതാണ്. അവിടെ ചോദ്യമുയരുന്നത് രാഹുൽ എവിടെ മത്സരിക്കുമെന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്നു പാലക്കാട് തന്നെയായിരിക്കും. കാരണം നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിൻ്റെ MLA ആണല്ലോ. അപ്പോൾ സിറ്റിംഗ് MLA ആയിട്ടുള്ള തന്നെ 18,000-ലധികം വരുന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ച പാലക്കാട് നിയോജക മണ്ഡലത്തിൽ തന്നെ മത്സരിക്കുവാനുള്ള തയ്യാറെടുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിയമ തടസ്സങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ആരാഞ്ഞത് എന്ന് നാം മനസ്സിലാക്കാൻ. അവിടെയും വീണ്ടും നമുക്കിടയിൽ ഒരു ചോദ്യം വരുന്നുണ്ട്. രാഹുൽ മത്സരിക്കുകയാണെങ്കിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ? അതായത് മീൻസ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചോദിക്കുന്ന സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ? അതോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഇതിനുള്ള മറുപടി എനിക്ക് ഇപ്പോഴും ലഭ്യമായിട്ടില്ല. അത് ഊഹിക്കാനും സാധിക്കുന്നില്ല. കാരണം രാഹുൽ എന്തോ ഒരു വലിയ കോൺഫിഡൻസ് ലെവല് രാഹുലിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ, അതായത് അറസ്റ്റ് നടക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വീട്ടിൽ വെച്ചുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു. അടൂരിലെ വീട്ടിൽ വെച്ചുകൊണ്ട് ആ പത്രസമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കുന്നുണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അന്ന് രാഹുൽ പറയുന്നത് മത്സരിക്കുമെന്നോ മത്സരിക്കില്ല എന്നോ ഒന്നും പറയാറായിട്ടില്ല, നോട്ടിഫിക്കേഷൻ വരട്ടെ, അതുവരെ സമയമുണ്ടല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ തനിക്കിപ്പോൾ അതിൽ റോളില്ല, താൻ ഒരിക്കലും റോൾ ഉണ്ടായിട്ടില്ല സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടിട്ട്. ഇപ്പോൾ എസ്പെഷ്യലി പാർട്ടിയിൽ ഇല്ലാത്തത് കാരണം തീരെയും തനിക്ക് അത്തരത്തിലുള്ള ഒരു അധികാരവും അത്തരത്തിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന രാഹുലിനെയാണ് നമ്മളന്ന് കണ്ടത്. സ്വാഭാവികമായിട്ടും ആ ഒഴിഞ്ഞു മാറലാണെങ്കിലും നമ്മളതിൽ രാഹുൽ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു അത്തരത്തിലൊരു പ്രതീക്ഷ നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇവിടെയും നമ്മൾ രാഹുൽ മത്സരിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു ചോദ്യം ചോദിച്ചത് വഴി അങ്ങനെ എന്തെങ്കിലും നിയമ തടസ്സങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു രാഹുലിന് വേണ്ടി പുറത്ത് കരുക്കൾ ആരൊക്കെയോ നീക്കി തുടങ്ങിയിട്ടുണ്ട് വേണ്ട രീതിയിൽ എന്നുള്ള കാര്യം മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ മത്സര രംഗത്തുണ്ടാകും. ഇപ്പോൾ ആശങ്ക പാർട്ടിയെ തള്ളി രാഹുൽ സ്വതന്ത്രനാകുമോ അതോ UDFൻ്റെ സ്ഥാനാർത്ഥിയാവുക എന്ന് പറയുന്നത് 99.99%, അതായത് പോസിബിലിറ്റി അവിടെയുള്ളത് 0.01% മാത്രമാണ് UDF സ്ഥാനാർത്ഥിയാവാനുള്ള പോസിബിലിറ്റി ഉള്ളത്. പിന്നെ രാഹുലിൻ്റെ മുന്നിലുള്ള ഓപ്ഷൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. അങ്ങനെ സംഭവിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടറിയേണ്ടി വരും. എന്താണെങ്കിലും രാഹുൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം രാഹുലിൻ്റെ മനസ്സിൽ ഒരു ആശങ്ക ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാകുന്നുണ്ട്. കാരണം ആ ചോദ്യത്തിൽ ജാമ്യം ലഭിച്ചിട്ടില്ലെങ്കിൽ മത്സരിക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ ഒരു ആശങ്ക അയാളുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. അത് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് വരും സമയങ്ങളിൽ സംസാരിക്കാം. കാരണം കൂടുതൽ അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം പാലക്കാട് നിന്നും രാഹുലിൻ്റെ ചില അടുത്ത ആളുകൾ, രാഹുലുമായി ഇപ്പോഴും നിലവിൽ കോൺഗ്രസിൻ്റെ നേതാക്കളായിട്ടുള്ള, അതോടൊപ്പം തന്നെ പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ നേതാക്കളായിട്ടുള്ള, രാഹുലുമായിട്ട് വ്യക്തിബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില ആളുകളിൽ നിന്നുള്ള ചില തീരുമാനങ്ങളിലേക്ക് കൂടി, തീരുമാനങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കൂടി നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് രാഹുലിൻ്റെ പ്ലാൻ എന്നതിനെക്കുറിച്ച് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ശാസ്തമംഗലം അജിത്തിൻ്റെ ആ ഒരു സംഭാഷണം എന്തുകൊണ്ട് നിങ്ങളെ കേൾപ്പിക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ,
അത് അങ്ങനെ കേൾപ്പിക്കാൻ പറ്റാത്ത ഒരു കാര്യമായതുകൊണ്ടാണ്. അതോടൊപ്പം അത് ചില കോടതിയിലെ ചില നടപടിക്രമങ്ങളുമൊക്കെ ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കേൾപ്പിക്കുന്നത് അത്ര അഭികാമ്യമാവില്ല എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ കേൾപ്പിക്കാത്തത്. അപ്പോൾ ഇവിടെ എൻ്റെ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും മറുപടി കിട്ടാത്തത് എൻ്റെ ആശങ്കയാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. എനിക്ക് മറുപടി ലഭിക്കാത്ത രണ്ട് കാര്യങ്ങൾ: ഒന്ന്, രാഹുൽ മത്സരിക്കും, പക്ഷേ എങ്ങനെ? മീൻസ് കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുമോ, അതല്ലെങ്കിൽ വേറെ വല്ലത് മുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിക്കുമോ, അതല്ല സ്വതന്ത്രനായിട്ട് മത്സരിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് രാഹുലിൻ്റെ മനസ്സിലുള്ള ആശങ്ക എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ആശങ്കയുടെ പുറത്തായിരിക്കുമല്ലോ രാഹുൽ ജാമ്യം കിട്ടിയില്ലെങ്കിലും മത്സരിക്കുന്നതിന് നിയമതടസ്സങ്ങളുണ്ടോ എന്നുള്ളൊരു ചോദ്യം തൻ്റെ അഭിഭാഷകനോട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് മറുപടി, ഇതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് എനിക്കറിവില്ല, മറുപടി എന്താണെന്നും എനിക്കറിയില്ല. നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. എന്താണ് അങ്ങനെ അറസ്റ്റിലായി, ട്രയലൊന്നും നടക്കാത്ത ഒരു കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന ആൾക്ക് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിന് വല്ല തടസ്സങ്ങളോ അല്ലെങ്കിൽ നിയമ തടസ്സങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്കറിയുമെങ്കിൽ. എനിക്കതിനെക്കുറിച്ച് വലിയ അറിവുകളൊന്നുമില്ല. എന്താണെങ്കിലും ഈ രണ്ട് ആശങ്കകൾക്കും ചോദ്യങ്ങൾ ഉത്തരമില്ല എന്നുള്ളതാണ്. അത് വരും മണിക്കൂറുകളിൽ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.